വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറഹ്മത്തിഹി. ആരോഗ്യ സംബന്ധമായ വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു ചുരുങ്ങിയ വിലയിരുത്തലാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് ആരോഗ്യം എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണ്, അത് ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ആരോഗ്യ രംഗത്തെ സേവനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തലവേദനയുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, പനിയുണ്ടെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കയ്യോ കാലോ മുറിഞ്ഞാൽ അത് ശരിപ്പെടുത്തുക, ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ അത് എങ്ങനെ തരണം ചെയ്യുക എന്ന കാര്യത്തെ സംബന്ധിച്ച പഠനത്തിനും അത് സംബന്ധമായ പ്രവർത്തനങ്ങൾക്കുമാണ് ആരോഗ്യ ഗവേഷണമെന്നോ പഠനമെന്നോ ഒക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ലോക ആരോഗ്യ സംഘടന, ലോകത്തൊട്ടാകെ ഉള്ള ആരോഗ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ഔദ്യോഗികമായി പറയാൻ അവകാശമുള്ള ലോക ആരോഗ്യ സംഘടന ആരോഗ്യം എന്ന വാക്കിന് നൽകിയ നിർവചനം മനുഷ്യന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യം എന്നാണ്. ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യത്തിന് മൊത്തമായിട്ടുള്ള പേരാണ് ആരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച നിർവചനം. ഒരാളുടെ ശരീരത്തിന് മാത്രം സുഖമുണ്ടായാൽ പോരാ, ഒരാളുടെ മനസ്സ് താളം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ എല്ലുകൾക്ക് ഉറപ്പുണ്ടായതുകൊണ്ടോ അയാളുടെ പേശികൾക്ക് ബലമുണ്ടായതുകൊണ്ടോ കാര്യമില്ല. മനസ്സ് നേരെ നിൽക്കാത്തിടത്തോളം കാലം മറ്റുള്ള ആരോഗ്യമൊക്കെ അപ്രസക്തമാണ്. അതുപോലെ ഒരാൾക്ക് ഭാര്യയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അയൽവാസികളുമായുള്ള ബന്ധം, അല്ലെങ്കിൽ സമൂഹവുമായുള്ള ബന്ധം ആകെ കുഴപ്പത്തിലാണ് എന്നുണ്ടെങ്കിൽ ബാക്കി ആരോഗ്യമൊക്കെ ഉണ്ടായാലും അയാൾക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും ദുഃഖവും സങ്കടവും ഭയവും ഉത്കണ്ഠയും വൈരാഗ്യവും ഒക്കെ ആയിരിക്കും. സുഗമമായ സൗഖ്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അപ്പൊ സമൂഹത്തിലെ ഏറ്റവും അടുത്തവരുമായും അല്പം അകന്നവരുമായും ഒക്കെ സൗഖ്യമുള്ള ബന്ധമുണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ശരീരത്തിനും മനസ്സിനും അതുപോലെ സാമൂഹ്യ ബന്ധത്തിനും ഒരുപോലെ സൗഖ്യമുണ്ടായാലേ ആരോഗ്യമാവുകയുള്ളൂ എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത്. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആരോഗ്യരംഗത്തെ ഗൌരവപൂർവ്വം പഠിക്കുന്ന ആളുകൾ ഇതിലേക്ക് ഒരു കാര്യവും കൂടി ചേർത്തിട്ടുണ്ട്. അവർ പറഞ്ഞത് ആത്മീയമായ സൗഖ്യവും കൂടി ഉണ്ടാകണമെന്നാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും സാമൂഹ്യ ബന്ധത്തിന്റെയും സൗഖ്യത്തിന് പുറമെ ആത്മീയമായ സൗഖ്യവും കൂടി ഒരാൾക്ക് ഉണ്ടായാൽ മാത്രമേ ആരോഗ്യവാനാണ് എന്ന് അയാളെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഇങ്ങനെയുള്ള സൗഖ്യങ്ങളെല്ലാം കൂടി ഉണ്ടായിത്തീരാൻ എന്തു വേണം? അതിൽ കുറച്ച് ഗുളികകൾ ഉണ്ടായാൽ മതിയോ, അല്ലെങ്കിൽ കുറച്ച് കഷായങ്ങൾ ഉണ്ടായാൽ മതിയോ, അതല്ല കുറച്ച് ഗ്ലൂക്കോസ് കലക്കിയ മരുന്നുകൾ ഉണ്ടായാൽ മതിയോ, അതല്ല അതിനപ്പുറം വല്ലതും വേണമോ? ഇത് ഒരു മൌലികമായ വിഷയമാണ്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആന് അതിന്റേതായ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പല തലങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. രോഗം എന്ന അർത്ഥമുള്ള അറബി വാക്ക് മറവ് എന്നാണ്. അറബി അറിയാവുന്ന സഹോദരിമാർക്കറിയാം, മറവുൻ എന്നാണ് അറബി ഭാഷയിൽ രോഗത്തെ കുറിക്കാനുള്ള വാക്ക്. വിശുദ്ധ ഖുർആനിൽ ഈ പദം പ്രയോഗിച്ച എല്ലാ സ്ഥലത്തും പ്രയോഗിച്ചത് ഫീ ഖുലൂബിഹിം മറവുൻ എന്നാണ്. ഫീ ഖുലൂബിഹിം മറവുൻ, മനുഷ്യരുടെ കൽബുകളിലാണ് രോഗമുള്ളത് എന്നാണ് അതിന്റെ നേർക്കുനേരെ അർത്ഥം. മനുഷ്യരുടെ കൽബുകളിലാണ്, മനസ്സുകളിലാണ് രോഗമുള്ളത്. ഈ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് പല തലങ്ങളുണ്ട്. ഒരാൾ ഭ്രാന്തനായി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അയാളുടെ മനസ്സിൽ പല ചീത്ത വിചാരങ്ങളും തെറ്റായ പലതരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകാം. ഒരു പ്രഗത്ഭനായ ഒരു മനോരോഗ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഒരു മനോരോഗ പ്രൊഫസറാണെന്ന് സങ്കല്പിച്ചോളൂ, സങ്കല്പമാണ്. അയാൾ എല്ലാ മനോരോഗികളെയും ചികിത്സിക്കുന്നു. പക്ഷേ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ അയാൾക്ക് ഓരോ രോഗിയും
250 500 കൈക്കൂലി കൊടുത്താൽ മാത്രമേ അയാൾ നന്നായി ചികിത്സിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു രോഗമുണ്ട്. പക്ഷെ അത് മനോരോഗം എന്ന് പറയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എങ്കിലും അത് രോഗമാണ്. ഖുർആനിൽ ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞ രോഗത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട രോഗമാണ് ശമ്പളത്തിന് പുറമെ കൈക്കൂലി കിട്ടിയാലേ ചികിത്സിക്കുകയുള്ളൂ എന്ന വിചാരം. അത് രോഗമാണ്. ഇനി രോഗികളായി ചെല്ലുന്ന ആളുകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് വെക്കുക, അതും ഒരു രോഗമാണ്. നമ്മൾ സാധാരണ മനോരോഗം എന്ന് പറയാറില്ല എന്നുണ്ടെങ്കിലും ഫീ ഖുലൂബിഹിം മറദുൻ ഖുർആനിൽ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു രോഗമാണ് രോഗികളോട് മോശമായി പെരുമാറുക എന്നുള്ളത്. അപ്പൊ മനസ്സിലെ രോഗം തന്നെ സാധാരണ നമ്മൾ മനോരോഗം എന്ന് പറയുന്ന ആ കൂട്ടത്തിൽപ്പെട്ട രോഗങ്ങളുമുണ്ട്. അതിന്റെ താഴെ നമ്മുടെ സ്വഭാവ സമീപനങ്ങളിൽ വരുന്ന രോഗങ്ങളുമുണ്ട്. ഏതായിരുന്നാലും ഈ രോഗങ്ങൾ ഒക്കെ തന്നെ മാറ്റണം. അത് മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. രോഗത്തിന്റെ അടിസ്ഥാന ഉറവിടമായ ഖൽബിനകത്തുള്ള എല്ലാ രോഗങ്ങളും ഓരോ വ്യക്തിയും സ്വയം ചികിത്സിച്ച് മാറ്റുന്നതിന് വേണ്ടി മാർഗദർശനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശമന ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സൂറത്ത് ഇസ്രായിലെ വചനമാണ്. ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് നാം ഇറക്കിത്തരുന്നത്, ഖുർആനിൽ നിന്ന് മനുഷ്യരെ ഖുർആനിന്റെ വചനങ്ങളെന്ന നിലക്ക് നിങ്ങൾക്ക് ഇറക്കിത്തരുന്ന കാര്യം ശമന ഔഷധമായിട്ടുള്ള കാര്യമാണ്. മാ ഹുവ ശിഫാഉൻ, ശമനം നൽകുന്ന കാര്യം, ശിഫ നൽകുന്ന കാര്യമാണ്. റഹ്മത്തുൻ, അനുഗ്രഹമായിട്ടുള്ള കാര്യവുമാണ് ലിൽ മുഅ്മിനീന, വിശ്വാസികൾക്ക്. വിശ്വാസികളായ ആളുകളുടെ രോഗങ്ങൾക്കുള്ള ശമനവും അവരുടെ ജീവിതത്തിന് മൊത്തമായിട്ടുള്ള അനുഗ്രഹവുമാണ് ദൈവം ഖുർആനിക വചനങ്ങളിലൂടെ അവതരിപ്പിച്ചു തരുന്നത് എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു. ഈ പറയുന്നത് ശിഫയുണ്ടല്ലോ, രോഗശമനം, ആ രോഗശമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കിടക്കുന്നത് മനുഷ്യന്മാരുടെ കൽബുകളിലാണ് രോഗമുള്ളത്. ആ രോഗം മാറ്റാൻ മനുഷ്യന്മാർ തയ്യാറാവാഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഖുർആൻ തന്നെ പറയുന്നു, ഫസാദഹുമുല്ലാഹു മറദ. സൂറത്തുൽ ബഖറയില് ഫീ ഖുലൂബിഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽബിലുള്ള രോഗം മാറ്റാൻ മനുഷ്യന്മാർ തയ്യാറാവാതിരുന്നതിനാൽ പടച്ചവൻ അവർക്ക് രോഗങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം മനസ്സാണ്. ആ മനസ്സിലുള്ള തെറ്റായ വിചാരങ്ങളും വികാരങ്ങളുമാണ് സാക്ഷാൽ രോഗം. അത് മാറ്റാൻ മനുഷ്യന്മാർ തയ്യാറാവാത്ത കാരണത്താൽ പടച്ചവൻ അവർക്ക് രോഗങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് രോഗത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം. ഇനി മനസ്സിലുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? തലവേദന, പനി, വയറിളക്കം, ഛർദി എന്നൊക്കെ പറയുന്നത് ഫീ ഖുലൂബിഹിം മറദുൻ, മനുഷ്യരുടെ കൽബുകളെയാണ് രോഗം എന്ന് പറയുന്ന വകുപ്പിൽ പെടുമോ പെടുകയില്ലേ എന്നൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിലേക്കാണ് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ സൗകര്യപൂർവ്വം കുറെ രോഗങ്ങളെ മനോരോഗം എന്ന് വേർതിരിച്ചു നിർത്തുന്നു. വേറെ കുറെ രോഗങ്ങളെ നമ്മൾ ശാരീരിക രോഗം എന്ന് വേർതിരിച്ചു നിർത്തുന്നു. മനോരോഗം വന്നാൽ നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോകാറില്ല. തലവേദനയും പനിയും വന്നാൽ മനോരോഗ ചികിത്സ ചെയ്യുന്ന ഡോക്ടറെ അടുത്തും പോകാറില്ല. കാരണം നമുക്കങ്ങനെ ധാരണയുണ്ട്, മനോരോഗത്തിന് ഇന്ന ഡോക്ടറെ അടുത്ത് പോകണം, ശാരീരിക രോഗത്തിന് ഇന്ന ഡോക്ടറെ അടുത്താണ് പോകേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഈ ധാരണ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് മാറേണ്ട ഒരു രോഗമുണ്ട്. ആ രോഗം നമ്മളെ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരമായി രോഗം കൊണ്ട് കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, പിന്നെ ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ബോധമാണ് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. നമ്മെ ഓരോരുത്തരെയും പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദിവസേന രോഗവുമായി കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, പിന്നെ ഓരോ ബീജത്തെയും ഓരോ അന്നത്തെയും പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ഒരു നിശ്ചിത കാലം വരെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും രോഗമുള്ള സൗഖ്യമുള്ള ഒലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഈ ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരെ സുരക്ഷിതമായ ജീവിതം, ആസ്വാദ്യമായ ജീവിതം നയിക്കേണ്ടതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഈ ഭൂമുഖത്ത് ദൈവം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനനം മുതൽ ഈ രോഗങ്ങളെയും രോഗാണുക്കളെയും ഭയപ്പെട്ടുകൊണ്ട് ഈ 20-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ച് ഒരു ഡെഡ് ലൈൻ ഇവിടെ പല ആളുകളും പറയാൻ 20-ാം നൂറ്റാണ്ടോടുകൂടി എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സൗഖ്യമെന്നാണ്. പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ 20-ാം നൂറ്റാണ്ടിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാരും രോഗാണുക്കളെ പേടിച്ചു വിറയ്ക്കുകയാണ്.
എയ്ഡ്സിന്റെ വൈറസുകളെ പേടിച്ചിട്ട് മഞ്ഞപ്പിത്തത്തിന്റെ ഗുരുതരമായ മഞ്ഞപ്പിത്തം, സാധാരണ മഞ്ഞപ്പിത്തമല്ല, പിടിച്ചാൽ വിടാത്ത മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്ന് പറയുന്ന വൈറസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന വൈറസുകളെ പേടിച്ച് വിറച്ചുകൊണ്ട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ 20-ാം നൂറ്റാണ്ടിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ അവസ്ഥയിലുള്ളത്. എന്നാൽ ഈ ധാരണ ഏറ്റവും ആദ്യമായി മാറ്റണം എന്നതാണ്. ഖൽബിലെ സ്വക്കർ മാറുന്നത് ഒന്നാമത് മാറേണ്ടത് അങ്ങനെയാണ്. സുൻ അല്ലാഹില്ലദീ അത്ഖല കുല്ല ശൈഇൻ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ് സുൻ അല്ലാഹില്ലദീ അത്ഖല കുല്ല ശൈഇൻ. ഏതൊരു വസ്തുവേയും ഭദ്രമായി സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ നിർമ്മിതി. എന്നാൽ പടച്ചവൻ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും രോഗികളായി കഴിയാൻ വേണ്ടിയല്ല, പിന്നെ ആയുസ്സിന് കണക്കാക്കപ്പെട്ട അവധി വരെ സുഖമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് സുഖമായ ജീവിതം നയിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം ഭയമാണ്. ഏറ്റവും വലിയ കാരണം ഭയമാണ്. നിങ്ങളും ഞാനുമൊക്കെ രോഗങ്ങളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭയം പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ കൂടുതലാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയുള്ള മനുഷ്യന്മാര് രോഗങ്ങളെ പേടിച്ച് വിറച്ചിട്ടാണ് ജീവിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഓരോരുത്തരും സമ്പാദിക്കുന്ന പണത്തിന്റെ പ്രധാന ഭാഗം ചെലവാക്കുന്നത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയാണ്. ഒരു മെഡിക്കൽ ഇൻഷുറൻസിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് രോഗം വന്നാലും ഇൻഷുറൻസ് കമ്പനി ചികിത്സിച്ചോളും. അത് അങ്ങനെ ഏത് രോഗം വന്നാലും ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് ജീവിച്ചാലേ ഈ ദുനിയാവിൽ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന വിചാരമാണ് പാശ്ചാത്യ ലോകത്തിലുള്ള പല ആളുകൾക്കുള്ളത്. എന്നാൽ ഈ ചിന്താഗതി ആദ്യമായിട്ട് മാറ്റിയെടുക്കുകയും പടച്ചതമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണ് ഖൽബിലെ രോഗം മാറ്റാൻ ഒന്നാമതായിട്ട് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ആദ്യം അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കണം. അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, പടച്ചവൻ സൃഷ്ടിച്ചതെല്ലാം ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഘടനയോടുകൂടിയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, പടച്ചവൻ നമ്മെ രോഗികളാവാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, ആരോഗ്യമുള്ളവരാകാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അതിനനുസരിച്ച വ്യവസ്ഥ ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ രോഗികളാവുന്നു? നമുക്ക് എന്തുകൊണ്ട് രോഗം വരുന്നു? ഒന്നാമത്തെ കാരണം ഭയം കൊണ്ട് രോഗം വരുന്നു എന്നാണ്. രോഗത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാം. ഒന്നാം നമ്പർ പ്രശ്നമാണ്. നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട കാരണവന്മാരിൽ പലർക്കും രോഗത്തെപ്പറ്റി കാര്യമായ പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ രോഗത്തെ സംബന്ധിച്ച ഭയത്തോടുകൂടിയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിരന്തരമായി ചികിത്സയും നിരന്തരമായ ശുശ്രൂഷയുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന ബോധം ഇവിടെ നിലനിൽക്കാൻ. അതിനുവേണ്ടി ധാരാളം മനുഷ്യന്മാരുടെ അധ്വാനത്തിന്റെ ഗണ്യമായ ഭാഗം ഇതിനുവേണ്ടിയാണ് ചെലവഴിക്കുന്നത്. എന്നാൽ അതല്ല അടിസ്ഥാന പ്രശ്നം. അടിസ്ഥാന പ്രശ്നം എന്താണ്? അത് കുറ്റമറ്റ ഭക്ഷണം കഴിക്കാൻ തയ്യാറായാൽ, കുറ്റമില്ലാത്ത, ദോഷമില്ലാത്ത, വിഷമില്ലാത്ത, വൃത്തികേടില്ലാത്ത, കൃത്രിമമില്ലാത്ത, മായമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നാം തയ്യാറായാൽ, വൃത്തികേടില്ലാത്ത, വിഷം കലരാത്ത, മാലിന്യമില്ലാത്ത വെള്ളം മാത്രം കുടിക്കാൻ നാം തയ്യാറായാൽ, ശുദ്ധമായ വായു മാത്രം കൂടുതൽ ശ്വസിക്കാൻ നാം സന്നദ്ധരായാൽ, ശുദ്ധമായ ചിന്ത മാത്രം മനസ്സിൽ വെച്ചു പുലർത്താൻ നാം തയ്യാറായാൽ, ശുദ്ധമായ പരിസരങ്ങളിൽ നാം ജീവിക്കാൻ തയ്യാറായാൽ, ശുദ്ധമായ ബന്ധങ്ങൾ നാം നിലനിർത്താൻ തയ്യാറായാൽ, അങ്ങനെയൊക്കെ ആയാൽ രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. അതാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ വിചാരങ്ങൾ മുഴുവൻ ശുദ്ധമാകണം, നമ്മുടെ കുടിനീര് മുഴുവൻ ശുദ്ധമാകണം, നാം കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ശുദ്ധമാകണം, പിന്നെ നാം ജീവിക്കുന്ന പരിസരം മുഴുവൻ ശുദ്ധമാകണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിച്ചിട്ട് എല്ലാ തരത്തിലും വൃത്തിയുള്ള, വെടിപ്പുള്ള, നല്ല വിചാരമുള്ള, നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ല വെള്ളം കുടിക്കുന്ന, നല്ല വായു ശ്വസിക്കുന്ന, നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു ജീവിതം. അത്തരം ഒരു ജീവിതത്തെ സംബന്ധിച്ച് അത്തരം ഒരു ജീവിതം നയിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ധീരമായി രോഗാണുക്കളെ പേടിക്കാതെ ജീവിക്കാം. നിങ്ങൾ എയ്ഡ്സ് വൈറസിനെ പേടിക്കേണ്ട, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ പേടിക്കേണ്ട, ഒരു വൈറസിനെയും പേടിക്കേണ്ട.
യാതൊന്നിനെയും പേടിക്കാതെ ഭയം കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാം. എങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറായാൽ. അങ്ങനെയുള്ള സാർവത്രികമായ ശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി മനുഷ്യർക്ക് അതിനടിസ്ഥാനപരമായ മുഴുവൻ പാഠങ്ങളും പഠിപ്പിക്കാനാണ് പ്രവാചകൻ വന്നത്. അതാണ് മുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. ഖുർആനിലൂടെ നിങ്ങൾക്ക് ഇറക്കി തരുന്നത് ശിഫ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സകല രോഗങ്ങൾക്കും ശമനം നൽകാനുള്ള പാഠങ്ങളാണ് ഖുർആനിലൂടെ നൽകുന്നത് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ബീജമായിരുന്നപ്പോൾ നമ്മെ സംവിധാനിച്ചവൻ, നമ്മുടെ മാതാക്കന്മാരുടെ അന്നമായിരുന്നപ്പോൾ നമ്മെ സംവിധാനിച്ചവൻ, മാതാക്കളുടെ ഉദരങ്ങളിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയവൻ, നാം ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ മാതാക്കളുടെ മാർവിടത്തിൽ നമുക്ക് കുടിക്കാൻ വേണ്ട ഏറ്റവും മെച്ചപ്പെട്ട പാല് അവിടെ ഉൽപ്പാദിപ്പിച്ചവൻ, അങ്ങനെയുള്ള പടച്ചതമ്പുരാൻ അവന്റെ ഹിദായത്ത്, അവന്റെ വഹിയെ ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം, ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യമുള്ള, സാമൂഹിക ബന്ധങ്ങൾക്ക് ആരോഗ്യമുള്ള അത്തരമൊരു ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ പാഠങ്ങളാണ് എല്ലാം ഒരുക്കിത്തന്ന റബ്ബുൽ ആലമീൻ റഹ്മാനായ പരമകാരുണികനായ പടച്ചതമ്പുരാൻ ആ തരത്തിലുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ധീരമായി വിശ്വസിക്കുക. ഇനി ഞാൻ ആധുനിക ആരോഗ്യശാസ്ത്രം പല കാര്യമുണ്ട് കേട്ടോ. ഈ ആരോഗ്യശാസ്ത്ര രംഗത്ത് ഒരു അവസ്ഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏത് അസത്യവും ചിലപ്പോൾ ചില ആളുകൾക്ക് സത്യമായി തോന്നാം. എങ്ങനെ? ഇന്ന സ്ഥലത്തേക്കുള്ള നേർച്ചപ്പെട്ടിയില് 50 ഉറുപ്പിക ഇട്ടാൽ നിന്റെ സകല രോഗം മാറുമെന്ന് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് 50 ഉറുപ്പിക നേർച്ചപ്പെട്ടിയിൽ ഇട്ടിട്ട് എത്ര ആളുടെ സോക്കർ മാറുന്നുണ്ട്. പക്ഷെ നേർച്ചപ്പെട്ടിയിൽ 50 ഉറുപ്പിക വീണ് അങ്ങേപ്പുറത്ത് സോക്കർ മാറുമെന്ന് പറയുന്നത് ആരോഗ്യശാസ്ത്രത്തിന്റെ പിൻബലമൊന്നുമില്ല. പക്ഷെ പല ആളുകളും പറയുന്നു അങ്ങനെ സോക്കർ മാറുന്നുണ്ട്. അവരുടെ നേരെ നമ്മൾ തട്ടിക്കയറിയതുകൊണ്ടൊന്നും കാര്യമില്ല, അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. അതുപോലെ ചിലപ്പോൾ ഏറ്റവും ശരിയായ മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ സോക്കർ മാറുന്നില്ല എന്നും വരാം. ആ രോഗത്തിനുള്ള ഏറ്റവും ശരിയായ മരുന്ന് തന്നെ കഴിച്ചിട്ട് സോക്കർ മാറാത്ത അവസ്ഥ ഉണ്ടാകാം. അപ്പൊ ആരോഗ്യ രംഗത്ത് ഏത് അസത്യവും ഏത് അസംബന്ധവും ചിലപ്പോൾ ചില ആളുകൾക്ക് സത്യമാണെന്ന് തോന്നാം, ഏത് സത്യവും ചിലപ്പോൾ ചില ആളുകൾക്ക് സത്യമല്ല എന്നും തോന്നാം. അങ്ങനെ വലിയ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യശാസ്ത്രത്തിന്റെ ഒരു മേഖല. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കാര്യമായിട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ഏറെക്കുറെ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും അംഗീകരിക്കുന്ന ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്താണെന്ന് വെച്ചാൽ, നാം രോഗത്തിൽ നിന്ന് മോചനം നേടുന്നത്, ഞാനും നിങ്ങളും ആരായിരുന്നാലും നമ്മളൊക്കെ രോഗത്തിൽ നിന്ന് മോചനം നേടുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രതിരോധ സംവിധാനം കുറ്റമറ്റതായിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ ഉത്തരം. ഏറ്റവും ശരിയായ ഗുളിക കഴിച്ചിട്ടാണ് എന്ന് ചിലർക്ക് തോന്നാം, ഏറ്റവും ശരിയായ വാക്സിനേഷൻ നേരത്തെ എടുത്തതുകൊണ്ടാണെന്ന് ചിലർക്ക് തോന്നാം, അതുപോലെ ഏറ്റവും വലിയ സിദ്ധന്റെ നൂല് മന്ത്രിച്ച് കെട്ടിയിട്ടാണെന്ന് ചിലർക്ക് തോന്നാം, അല്ലെങ്കിൽ പ്രാണിക്ക് ഹീലിംഗുകാരൻ ആംഗ്യം കാണിച്ചിട്ടാണ് സോക്കർ മാറുന്നതെന്ന് തോന്നാം, അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി ശുശ്രൂഷാ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സമ്മേളനമുണ്ട്. ഇവിടെ കരിസ്മാറ്റിക് സമ്മേളനം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ സമ്മേളനം നടത്താറുണ്ട്. അത്തരം സമ്മേളനത്തിൽ പോയിട്ടാണ് സോക്കർ മാറിയെന്ന് ചില ആളുകൾക്ക് തോന്നാം. പിന്നെ ഈ പോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അങ്ങനത്തെ സ്ഥലത്ത് പോയി ധ്യാനിച്ചിട്ടാണ് സോക്കർ മാറിയെന്ന് ചില ആളുകൾക്ക് തോന്നാം. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യം എന്താണ്? പടച്ച തമ്പുരാൻ നമ്മുടെയൊക്കെ ശരീരത്തില് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പ്രതിരോധ സംവിധാനം എന്നൊരു ഏർപ്പാട് വെച്ചിട്ടുണ്ട്. ആ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ വക ഏർപ്പാടല്ല. അത് ആയുർവേദത്തിന്റെ വകയോ അലോപ്പതിയുടെ വകയോ ഹോമിയോപ്പതിയുടെ വകയോ വേറെ കൂട്ടരുടെ വകയൊന്നുമല്ല, സാക്ഷാൽ പടച്ച തമ്പുരാന്റെ വകയാണ്. ഈ രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം സൃഷ്ടിച്ച കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ ഏർപ്പാടാണ് രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ സംവിധാനം ദുർബലമാകുമ്പോൾ മാത്രമാണ് നാം രോഗികളാകുന്നത്. രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന പടച്ചവൻ വെച്ച സംവിധാനം ദുർബലമാകുമ്പോൾ മാത്രമാണ് നാം രോഗികളാകുന്നത്. ആ സംവിധാനം വീണ്ടും ശരിയാകുമ്പോൾ മാത്രമാണ് നമ്മൾ രോഗം മാറുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഈ പ്രതിരോധ സംവിധാനം ക്ഷയിക്കുമ്പോഴാണ് നമുക്ക് പനിയോ തലവേദനയോ വയറിളക്കോ ഛർദിയൊക്കെ ഉണ്ടാകുന്നത്. വീണ്ടും ഈ സംവിധാനം
ശരിപ്പെടുമ്പോഴാണ് നമ്മുടെ സോക്കർ മാറുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, വൈദാ മരിദുതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ പടച്ചവനാണ് എന്റെ രോഗം മാറ്റിത്തരുന്നത്. ഞാൻ രോഗിയാവാൻ പല കാരണമുണ്ടാകാം, പക്ഷേ രോഗം മാറ്റുന്നത് പടച്ചവന്റെ സംവിധാനം കൊണ്ട് മാത്രമാണ്. വൈദാ മരിദുതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ പടച്ചവനാണ് എന്റെ രോഗം മാറ്റുന്നത്. പടച്ചവൻ അന്യൂനമായി സംവിധാനിച്ച കുറ്റമറ്റ രൂപത്തിൽ ഏർപ്പെടുത്തിയ പ്രതിരോധ സംവിധാനം, ആ സംവിധാനം നേരെ ചൊവ്വെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ രോഗികളാവുകയില്ല. അത് ദുർബലമാകുമ്പോഴാണ് നമ്മൾ രോഗികളായിത്തീരുന്നത്. എങ്ങനെയാണ് ഈ പ്രതിരോധ സംവിധാനം ദുർബലമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, 1 നമ്പർ ശത്രു ഭയമാണ്. ഭയമുണ്ടായാൽ പ്രതിരോധ സംവിധാനം ദുർബലമാകും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് രോഗത്തെ പേടിക്കാതെ ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രതിരോധ സംവിധാനം കരുത്താർജിച്ചുകൊണ്ടിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ക്ഷയരോഗികളിൽ ഭൂരിഭാഗം മരിക്കുകയായിരുന്നു. 10-30 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ക്ഷയരോഗം ബാധിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും മരിക്കുകയായിരുന്നു. എന്താ കാരണം? ഇന്നുള്ള ഏറെക്കുറെ മരുന്നൊക്കെ അന്നുണ്ട്. ക്ഷയരോഗത്തിന് ഇന്ന് നിലവിലുള്ള മരുന്നിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഏറെക്കുറെ അതേ സ്വഭാവമുള്ള മരുന്നുകൾ ആ കാലത്തുണ്ടായിരുന്നു. പിന്നെ എന്താണ് കാരണം? ക്ഷയരോഗം വന്നാൽ രക്ഷയില്ല എന്നുള്ള ബോധം ആ കാലത്ത് ഇവിടുത്തെ നാട്ടിലാകെ നിലവിലുണ്ടായിരുന്നു. ഏകദേശം 100% ആളുകളും അന്ന് വിചാരിച്ചിരുന്നത് ക്ഷയരോഗം വന്നാൽ രക്ഷയില്ലാതായിരുന്നു. ആ ബോധം കാരണമാണ് അധികം ആളുകൾക്കും ക്ഷയരോഗം മാറാതിരുന്നത്. രോഗത്തെപ്പറ്റി കലശലായ ഭയമുണ്ടായാൽ നമ്മുടെ പ്രതിരോധ സംവിധാനം ദുർബലമായിത്തീരും. ഇന്നിപ്പോൾ ക്യാൻസർ മാറാതിരിക്കാനുള്ള പ്രധാന കാരണത, യഥാർത്ഥത്തിൽ ക്യാൻസർ മാറാത്ത രോഗമൊന്നുമല്ല, പക്ഷെ ക്യാൻസർ മാറാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അത് മാറാത്ത രോഗമാണ് എന്ന ഭയം സാർവത്രികമായിട്ട് വൈദ്യശാസ്ത്ര ലോകത്തടക്കം നിലനിൽക്കുക. ആ ഭയം ഈ രൂപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ക്യാൻസർ മാറ്റാൻ പറ്റില്ല, ഉറപ്പാണ്. അതേ അവസരത്തിൽ അങ്ങനത്തെ ഒരു ഭയം മാറിയിട്ട് ക്യാൻസർ മിക്കവാറും മാറുന്ന രോഗമാണ് എന്ന ഒരു ധാരണ സാർവത്രികമായാൽ കൂടുതൽ ആളുകൾക്ക് ക്യാൻസർ രോഗത്തിൽ മോചനം നേടാൻ കഴിയും. അവ ഏറ്റവും പ്രധാനമായിട്ട് പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കുന്ന കാര്യം ഭയമാണ്. അപ്പൊ ഭയത്തിൽ നിന്നായിട്ട് ഒന്നാമതായിട്ട് മോചനം നേടേണ്ടത്. പിന്നെ ടെൻഷൻ എന്ന് പറയുന്ന വലിയ രോഗമുണ്ട്. ഈ കാലഘട്ടത്തിൽ മുഴുവൻ മനുഷ്യന്മാരുടെയും ഏറ്റവും മാരകമായ രോഗം ടെൻഷൻ എന്ന രോഗമാണ്. അതിന്റെ താഴെ ബാക്കി രോഗം വലിയ പുലിമാല് പിടിച്ച സങ്കീർണമായ രോഗമാണ് ഈ ടെൻഷൻ എന്ന് പറയുന്ന രോഗം. എല്ലാ ആളുകൾക്കും ഈ ഗൾഫ് സംസ്കാരം വന്നതോടുകൂടി ഗൾഫിലുള്ള ഭർത്താക്കന്മാർക്കൊക്കെ അവിടെ ടെൻഷനാണ്, ഇവിടെ നാട്ടിലുള്ള ഭാര്യമാർക്കൊക്കെ ഇവിടെയും ടെൻഷനാണ്. ഈ ടെൻഷനില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിലായിരിക്കുന്നിടത്തോളം ഭാര്യമാർ നാട്ടിലായിരിക്കുന്നിടത്തോളം കാലവും ടെൻഷനില്ലാത്ത ഒരു ജീവിതം അസാധ്യമാണ്. ആ ടെൻഷൻ കൊണ്ടാണ് ഇവിടെ എല്ലാതരം രോഗവും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിട്ടുമാറാത്ത തലവേദന നിലനിൽക്കുന്നത്, വിട്ടുമാറാത്ത വയറുവേദന നിലനിൽക്കുന്നത്, അതുപോലെ വിട്ടുമാറാത്ത ഗ്യാസ് ട്രബിൾ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടെൻഷൻ എന്നതാണ്. ഈ ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് ഉണ്ടാകുന്നത് ഒന്നാമതായി ദുർമോഹങ്ങൾ കൊണ്ടാണ്, രണ്ടാമതായി അസൂയ, നിരാശ, വൈരാഗ്യം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മനസ്ഥിതികൾ കാരണമായിട്ടാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. ഈ വക കൽബിലെ രോഗങ്ങളുണ്ടല്ലോ, കൽബിലെ പലജാതി രോഗങ്ങള്, നിരാശ ഒരു പ്രധാന രോഗമാണ്, അസൂയ ഒരു പ്രധാന രോഗമാണ്, വൈരാഗ്യവും വിദ്വേഷവും പ്രധാന രോഗങ്ങളാണ്. ഈ രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിയ ടെൻഷൻ ഒഴിവാകും. ആ ടെൻഷൻ ഒഴിവായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശാരീരിക രോഗങ്ങൾ ഒഴിവാകും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കുന്ന കൂട്ടത്തിൽ ഒന്നാമത് ഭയം, രണ്ടാമത് ടെൻഷൻ, പിന്നെ ഇനി മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറ്, നമ്മുടെ ഈ ജീവിതത്തിലെ ഏത് കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറില്ല. ഈ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അത് നിങ്ങൾക്ക് വളരെ ലളിതമായി പറഞ്ഞുതരാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിൽ പഠിപ്പിച്ചിരിക്കുന്നത് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സ്തുതി. എപ്പോഴായിട്ട് പറയേണ്ടത്? അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ വലിയ നിയമത്തുണ്ടാകുമ്പോഴാണല്ലോ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്.
എന്നാൽ തുമ്മുക എന്നുള്ളത് ഭയങ്കര രോഗമാണെന്നാണ് ഇപ്പൊ എല്ലാ മനുഷ്യന്മാരും കണക്കാക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വിശ്വസിക്കുന്നത് ഈ തുമ്മുക എന്ന് പറഞ്ഞ ഭയങ്കര രോഗമാണ്. പിന്നെ അൽഹംദുലില്ലാ എന്ന് പറയാം. പടച്ചവന്റെ അനുഗ്രഹമാണെങ്കിലേ അല്ലേ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തുമ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗമായി കണക്കാക്കിയിട്ട് ഉടനെ പോയിട്ട് വാങ്ങി കഴിക്കുകയാണ്. അവിൽ മുതൽക്ക് ഒരുപാട്, അവിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നെല്ലിടിച്ച അവിലല്ല, ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അവിൽ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഗുളികകളുടെ കൂട്ടത്തിൽ ഒരു ഗുളികയാണ് അവിൽ എന്ന് പറഞ്ഞ ഗുളിക. രണ്ടുപേരും ഓരോ അവിൽ കഴിച്ചാൽ പിന്നെ തുമ്മൂല. അങ്ങനെ തുമ്മൽ എന്നതിനെ ഒരു മഹാരോഗമായി കണക്കാക്കുകയും എന്നിട്ട് അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവിൽ എന്ന ഗുളിക വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുക, ഒരു നിഷേധാത്മകമായ തെറ്റായ സമീപനമാണ്. യഥാർത്ഥത്തിൽ തുമ്മൽ എന്നുള്ളത് പടച്ചവന്റെ അനുഗ്രഹമാണ്. അനുഗ്രഹമായതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയാൻ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹമായതുകൊണ്ടാണ്. രക്തം ശുദ്ധീകരിക്കപ്പെടണം, എങ്കിലേ നമ്മുടെ തലച്ചോറടക്കണമൊക്കെ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ വേണ്ട അളവിൽ വായു കിട്ടണം. ആ കിട്ടുന്നതിന് തടസ്സമുണ്ടാകിയപ്പോഴേ കുറെ പൊടി അവിടെ കയറിക്കൂടിയാൽ, ശ്വാസകോശത്തിൽ കുറെ പൊടി കയറിക്കൂടിയാൽ, അല്ലെങ്കിൽ കുറെ പുക കയറിക്കൂടിയാൽ, അല്ലെങ്കിൽ കുറെ കഫം കയറിക്കൂടിയാൽ ഇതിന് തടസ്സമുണ്ടാകും. ആ തടസ്സം നീക്കാൻ വേണ്ടി പടച്ചവൻ ഏർപ്പെടുത്തിയ ഏർപ്പാടാണ് തുമ്മൽ എന്ന് പറഞ്ഞത്. നമുക്ക് ആവശ്യമായ അളവിൽ ശുദ്ധവായു കിട്ടുന്നതിന് തടസ്സമായി തീരുന്ന ആ തടസ്സം ഒഴിവാക്കുക എന്ന ഒരു മഹത്തായ സേവനമാണ് പടച്ചവൻ തുമ്മുക എന്ന ഏർപ്പാടിൽ കൂടി വെച്ചിട്ടുള്ളത്. എന്നാൽ ആ പണി തന്നെ നടക്കരുത് എന്നാണ് നമ്മളെപ്പോഴത്തെ വിചാരം. അങ്ങനെ പോയിട്ട് വാങ്ങിക്കഴിക്കുകയാണ് അവിൽ ഗുളിക. ഇതിന്റെ അവസ്ഥ ഞാൻ സാധാരണ പറയാനുള്ള ഉദാഹരണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നല്ല വണ്ണുള്ള കമ്പി കട്ടൗട്ടിൽ പോയിട്ട് നല്ല വണ്ണുള്ള കമ്പിയിട്ട് എന്താ ഉണ്ടാവുക? പിന്നെ ഫ്യൂസ് പോകില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ പലതും കേടുവന്നു വരും. നമ്മുടെ മോട്ടർ അടക്കം കത്തിപ്പോയിന്ന് വരും. ഏകദേശം അതേമാതിരിയാണ് ഈ തുമ്മുക എന്ന ഏർപ്പാടുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന നിലയ്ക്ക് അതിന് പച്ച അടിച്ചു തകർക്കാൻ വേണ്ടിയാണ് അവിൽ എന്ന് പറയുന്ന ഗുളിക കഴിക്കുന്നത്. ഇത് ഞാൻ ഉദാഹരണം പറയാം. അപ്പോ ഈ രോഗങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ പലതും പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളാണ്, തുമ്മൽ അടക്കമുള്ള പലതും. ആ അനുഗ്രഹങ്ങളുടെ നേരെ നമുക്ക് ശരിയായ ഒരു സമീപനം ഉണ്ടാകണം. ഇനി വേറൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് വളരെ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചു, കുറെ നല്ല മൂലിയിറച്ചിയും കൂടുതൽ വനസ്പതി ചേർത്ത ബിരിയാണിയൊക്കെ കൂടി വയറുറച്ച് തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേദനയും ഛർദിയൊക്കെ കൂടി വരികയാണ്. എന്താണ്? അത് പടച്ചവന്റെ സംവിധാനമാണ്. ശരീരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അപകടകരമായ ഭക്ഷണം ശരീരത്തിൽ ചെന്നാൽ അത് പുറന്തള്ളണം. നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി പടച്ചവൻ വെച്ച ഏർപ്പാടാണ്. കഴിക്കാൻ കൊള്ളാത്ത ഭക്ഷണം, അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം, അഹിതമായ ഭക്ഷണം, തെറ്റായ ഭക്ഷണം ചെന്നാൽ അത് ഉടനെ പുറത്തു പോകണം. എന്തിനു വേണ്ടി? നമ്മുടെ ആമാശയത്തെ രക്ഷിക്കാൻ, നമ്മുടെ കുടലുകളെ രക്ഷിക്കാൻ, നമ്മുടെ ലിവറിനെയും കിഡ്നിയെയും രക്ഷിക്കാൻ. അങ്ങനെയുള്ള പടച്ചവന്റെ രക്ഷാ സംവിധാനമാണ് ആ ഛർദി. ഉടൻ നമുക്ക് ഭയങ്കരമായ ബേജാറ്. പടച്ചവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ട് ഭയങ്കരമായ ബേജാറാണ്. എന്നിട്ട് പോയിട്ട് ഇനിയും ഒരിക്കലും ഛർദിക്കാതിരിക്കാൻ വേണ്ട മരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫീസ് വയർ വണ്ണം കൂട്ടുന്നമായിട്ട് ഏർപ്പാടാണ്. അപ്പൊ അങ്ങനെ രോഗങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ അപകടപ്പെടുത്താനുള്ളതല്ല, പിന്നെ നമ്മുടെ ശരീരത്തെ പലതരത്തിൽ രക്ഷിക്കാനുള്ളതാണ്. പല ചെറിയ ചെറിയ രോഗങ്ങൾ, ആ രോഗങ്ങളെ നാം ഭയപ്പെടാതിരിക്കുകയും ആ രോഗങ്ങളെ വലിയ വെറുപ്പോടുകൂടി കാണാതിരിക്കുകയും ആ നല്ല രോഗങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി അപകടകരമായ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ കൂടുതൽ വലിയ രോഗങ്ങൾ വരുന്ന അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇന്ന് നിലവിലുള്ള മാരകമായ രോഗങ്ങളിൽ പലതും, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിൽ പലതും നമ്മുടെ തെറ്റായ ചികിത്സ കൊണ്ട്, തെറ്റായ സമീപനം കൊണ്ട്, നമ്മുടെ തെറ്റായ ആഹാരശീലം കൊണ്ട്, നമ്മുടെ തെറ്റായ കുടിനീർ ശീലം കൊണ്ട്, നമ്മുടെ ശ്വസനത്തിലെ തെറ്റായ രീതി കൊണ്ട്, നമ്മുടെ ജീവിത രീതിയിലെ പല പല തെറ്റുകൾ കൊണ്ടാണ് മാരകമായ പല രോഗങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരുന്നത്. അതിന് രോഗങ്ങളെ നമ്മൾ വേർതിരിക്കണം. പടച്ചവന്റെ റഹ്മത്തായിട്ടുള്ള രോഗങ്ങളെ റഹ്മത്തായിട്ട് തന്നെ കാണണം, ശിക്ഷയായിട്ടുള്ള രോഗങ്ങളെ ശിക്ഷയായിട്ടും കാണണം. പടച്ചവൻ നമ്മളെ കൽപ്പിച്ചു കൂട്ടി ശിക്ഷിക്കുകയില്ല.
റഹ്മത്തായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ ആദ്യം വരുമ്പോ അതിന്റെ നേരെ തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പിന്നെ അതാവായ രോഗം പറഞ്ഞത്. അങ്ങനെയാണ് ഗുരുതരമായ പല അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി ഞാൻ ആ വശം കൂടുതൽ പറയുന്നില്ല. ഇനി അടിസ്ഥാനപരമായിട്ടുള്ള വേറെ ചില പ്രശ്നങ്ങളുണ്ട്. സാമൂഹിക ബന്ധം. ഈ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഈ സാമൂഹിക ജീവിയായതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കും ഒരു സാമൂഹികമായ ഒരു പശ്ചാത്തലമുണ്ട്. ഏത് രോഗങ്ങൾക്കും ഒരാൾക്ക് അയാളുടെ ഭാര്യയുമായിട്ട് സ്ഥിരമായിട്ട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പല രോഗങ്ങളും ഉണ്ടാവും. അത് വെറും ഗുളിക കൊണ്ടും കഷായം കൊണ്ടും മാറൂല. ആ ബന്ധം ശരിയായ രൂപത്തിലാക്കിയാലേ ആ ഷോക്കുകൾ മാറുള്ളൂ. ഒരാളുടെ അയൽവാസിയുമായിട്ട് അയാൾ നിരന്തരമായി വഴക്കുണ്ടാക്കുന്ന ആളാണ്. വളരെ മോശപ്പെട്ട ബന്ധമാണ് അയൽവാസികളുമായിട്ട് ഒരാൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അയാൾക്ക് പല രോഗങ്ങളും ഉണ്ടാകും. അത് ആ അയൽവാസികളുമായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തിയാലേ ആ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുള്ളൂ. ഒരു ടീച്ചർക്ക് ഹെഡ്മാസ്റ്ററുമായിട്ട് വളരെ മോശപ്പെട്ട ബന്ധം, എന്നും ഹെഡ്മാസ്റ്ററുമായിട്ട് വഴക്കാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് പല രോഗങ്ങളും ഉണ്ടാകും. ഹെഡ്മാസ്റ്ററുമായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തിയാലേ ആ രോഗം മാറുകയുള്ളൂ. അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെടേണ്ടി വരുന്ന ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ആരോഗ്യകരമായ ബന്ധമാവണം. അല്ലെങ്കിൽ സങ്കീർണമായ രോഗങ്ങൾ വരും. അതിന് ഗുളികകൾ വിഴിഞ്ഞതുകൊണ്ടോ കഷായം കുടിച്ചതുകൊണ്ടോ ഗുണമുണ്ടാകാൻ പോകുന്നില്ല. അതാണ് സോഷ്യൽ വെൽബീയിങ്. ഒരു മകളെ കെട്ടിച്ചാല് മറ്റുള്ളവരൊക്കെ ചോദിക്കും, എന്താ കെട്ടിച്ച മോക്ക് അവിടെ സുഖം തന്നെയാണോ? ആ, നല്ല സുഖമാണ്. എന്താ നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നല്ല സുഖമാണെന്ന് പറഞ്ഞാല് കൈ അനങ്ങാതെ കാലനങ്ങാതെ അവിടെ മോട്ടോറുണ്ട്, AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്. അങ്ങനെ കയ്യും മെയ്യും അനങ്ങാതെ ജീവിക്കാനുള്ള സകലമായ ഏർപ്പാടുകളും അവിടെ ഉണ്ട് എന്നാണ് ആ മോക്ക് കെട്ടിച്ചു കൊടുത്ത നല്ല സുഖം തന്നെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. എന്നാൽ അതിന്റെ അർത്ഥം ആ മകൾക്ക് ഏറെ താമസിയാതെ ഗ്യാസ് ട്രബിളും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ 10-15 കൊല്ലത്തിനുള്ളിൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? കൈയനങ്ങാതെ മെയ്യനങ്ങാതെ ജീവിച്ചാൽ അധികം ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ചു കാലം ജീവിച്ചാല് എന്തിനേറെ പറയുന്നു, ഞാൻ പറയുന്നു ഒരു 3 കൊല്ലം ആ ജാതിയിലുള്ള ജീവിതം ജീവിച്ചാൽ, കയ്യും മെയ്യും അനങ്ങാത്ത ജീവിതം ജീവിച്ചാൽ പ്രസവം എന്ന് പറഞ്ഞ ഏർപ്പാട് നടക്കൂല. സിസേറിയൻ എന്നുള്ള ഏർപ്പാട് മാത്രമേ നടക്കുള്ളൂ. അതാണ് കയ്യും മെയ്യും അനങ്ങാതെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു പുതിയ പെണ്ണ് 2 കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കുകയാണെങ്കിൽ സിസേറിയൻ മാത്രമേ നടക്കുള്ളൂ. സ്വാഭാവിക പ്രസവം നടക്കൂല. എന്താ കാരണം? പ്രസവം നടക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മാംസപേശികൾ ശരിയായി പ്രവർത്തിക്കണം. മാംസപേശികളുടെ വികാസ സങ്കോചങ്ങൾ ശരിയായിട്ട് നടക്കൂല കയ്യും മെയ്യും അനങ്ങാത്ത ആളെ സംഭവിച്ചിടത്തോളം. പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് എന്നാണ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രയാസങ്ങളോട് മല്ലിടേണ്ട അവസ്ഥയിലാകുന്നു എന്നാണ് ആയത്തിന്റെ അർത്ഥം. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രയാസങ്ങളോട് മല്ലിടേണ്ട അവസ്ഥയിലാകുന്നു എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം. കൈകൊണ്ടും കാലുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം കരുത്തുള്ളതാവുകയുള്ളൂ. നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചാൽ മാത്രമേ കയ്യിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. കയ്യിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തിനും കരുത്തുണ്ടാവുകയുള്ളൂ. ശരീരത്തിന്റെ വ്യവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ കാലുകൊണ്ട് നടന്നാൽ മാത്രമേ കാലിന് കരുത്തുണ്ടാവുകയുള്ളൂ. കാലിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സെല്ലുകൾക്കും ശക്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് പടച്ചവന്റെ സംവിധാനം. പക്ഷെ ഇന്ന് നമ്മൾ സുഖാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒട്ടും അധ്വാനമില്ലാതെ ജീവിക്കാനാണ്. അങ്ങനത്തെ ജീവിതം അനാരോഗ്യകരമാണ്. ഒട്ടും അധ്വാനിക്കാത്ത ജീവിതം എന്ന് പറയുന്ന ജീവിതം തീർത്തും അനാരോഗ്യകരമാണ്, മാരകമാണ് ആ ജീവിതം. കയ്യും മെയ്യും അനങ്ങാത്ത ജീവിതം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞ മാരകമായ ജീവിതമാണ്. ആ മാരകമായ ജീവിതത്തെ സൗഭാഗ്യമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും. ഇവിടെയാണ് ആരോഗ്യരംഗത്ത് മർമ്മപ്രധാനമായ പ്രശ്നം നിലകൊള്ളുന്നത്. ഞാനത് വളരെയേറെ ഇനിയും പരുത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം, ജീവിതത്തിലൊരു ദുഃഖവും ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തില് ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ദുഃഖമുണ്ടാവാതെ, ഒരിക്കലും വേദനയുണ്ടാകാതെ, ഒരിക്കലും പ്രയാസമുണ്ടാവാതെ ജീവിതം ആദ്യാവസാനം ഒരു ഒന്നാന്തരം കൽക്കണ്ടം പോലെ
അല്ലെങ്കിൽ മുന്തിരിച്ചാറ് പോലെ, അങ്ങനെയാണല്ലോ മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്നാണ് തങ്കമ്പുഴ പാടിയത്. അങ്ങനെ ജീവിതം ആദ്യാവസാനം മുന്തിരിച്ചാറാകണം എന്നാരെങ്കിലും വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വിചാരം അനാരോഗ്യപരമാണ്, മാരകമാണ്. പടച്ചതമ്പുരാൻ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറയുക? ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അലം നശ്റഹ് ലക സദ്റക എന്ന് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ഓതുന്ന സൂറത്ത്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. മനുഷ്യരെ നിങ്ങൾ മൊത്തമായി മനസ്സിലാക്കേണ്ട, ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിലാക്കേണ്ട മൗലികമായ സത്യമാണ്. നിങ്ങൾ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകണം, കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകണം, കൊച്ചു കൊച്ചു വേദനകൾ അനുഭവിക്കാൻ തയ്യാറാകണം. അങ്ങനെ ചെറിയ വേദനകൾ, ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ദുഃഖങ്ങൾ, അതിലൂടെയാണ് ജീവിതം സുഖമായി തീരുന്നത്. യുസുർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം, യുസുർ എന്ന് പറഞ്ഞാൽ എളുപ്പം. ഞെരുക്കത്തിന്റെ കൂടെയാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഞെരുക്കങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ എളുപ്പമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. സമീപകാലത്ത് ഒരു ഔട്ട്ലുക്ക് എന്നൊരു ഇംഗ്ലീഷ് വാരികയിൽ ഒരു ഫീച്ചർ ഞാൻ വായിച്ചു. ആ ഫീച്ചറിൽ പറയുന്നത് സ്കൂൾ കുട്ടികളുടെ ആത്മഹത്യയെ പറ്റിയാണ്. സ്കൂൾ കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ജപ്പാനിലാണ്, 2ാം സ്ഥാനം ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക എന്ന പ്രവണതയിൽ ലോകത്ത് 2ാം സ്ഥാനം ഇന്ത്യയിലാണുള്ളത്. ഈ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ആരാണ്? ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് യാതൊരു വിഷമവുമില്ലാതെ ജീവിച്ച് വളർന്ന കുടുംബത്തിലെ കുട്ടികളാണ്. ഡൽഹിയിലെയും ബോംബെയിലെയും ഒക്കെ പബ്ലിക് സ്കൂളുകൾ ഒരു കൊല്ലത്തിൽ 1 ലക്ഷം ഉറുപ്പികയൊക്കെ ചെലവാക്കി പഠിപ്പിക്കുന്ന സകലമായ സൗകര്യങ്ങളുള്ള പബ്ലിക് സ്കൂളുകളുണ്ടല്ലോ, അങ്ങനത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്ക്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചെറുപ്പകാലത്ത് ഒട്ടും ദുഃഖം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. തീരെ ദുഃഖം അനുഭവിക്കാതെ, തീരെ പട്ടിണി അനുഭവിക്കാതെ, കാശിന് ഒരു അസൗകര്യവും ഒരിക്കലും നേരിടാതെ, ഒട്ടും കഷ്ടപ്പെട്ട് നടക്കാതെ, ഒട്ടും കഷ്ടപ്പെട്ട് അധ്വാനിക്കാതെ, അങ്ങനെ സുഖലോലുപതയുടെ മടിത്തട്ടിൽ വായിൽ കരണ്ടിയുമായി പറന്ന കുട്ടികൾ, ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട്? പണത്തിന്റെ കുറവ് കൊണ്ടല്ല, മെച്ചപ്പെട്ട ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, മികച്ച വിദ്യാഭ്യാസം കിട്ടാഞ്ഞിട്ടല്ല. പിന്നെ എന്താണ് കാരണം? ഈ കുട്ടികൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ചെറുപ്പം മുതൽക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് അവരുടെ മനസ്സിന് കരുത്തുണ്ടായില്ല എന്നുള്ളതാണ്. ഈ മനക്കരുത്ത് എന്ന് പറഞ്ഞത് ഒരു സമയത്ത് പെട്ടെന്നെടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഒരു 10 ഓ 15 വയസ്സാകുമ്പോൾ എവിടെന്നെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങിയിട്ട് മാറത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല മനക്കരുത്ത് എന്ന് പറഞ്ഞത്. മനക്കരുത്ത് എന്ന് പറയുന്ന സാധനം ചെറുപ്പം മുതൽക്ക് നാം നേടണം. എങ്ങനെയാണ് നേടേണ്ടത്? ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ചെറിയ ചെറിയ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട്, അങ്ങനെയാണ് നാം മനക്കരുത്ത് നേടേണ്ടത്. ആ തരത്തിൽ പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ മനക്കരുത്ത് നേടി വളരാൻ ഈ കുട്ടികൾക്ക് അവസരമുണ്ടായില്ല. അതുകൊണ്ട് ഒരു മാർക്കിന് അപ്പുറത്തുള്ളവനേക്കാൾ പിന്നിലായതിന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു. ഒരു മാർക്ക് കുറഞ്ഞതിനെ അമ്മ ശകാരിച്ചതിന്റെ മനപ്രയാസം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു. ഒരു ക്ലാസ്സിലെ ഒരു സാധാരണ ഒരു പരീക്ഷയിൽ 4 മാർക്ക് കുറഞ്ഞതിന് ടീച്ചർ ശാസിച്ചപ്പോൾ അതിന്റെ ദുഃഖം താങ്ങാൻ കഴിയാതെ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. അതാണ് കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ആ തരത്തിൽ കരുത്താർജിച്ചാൽ മാത്രമേ മനുഷ്യനിവിടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് ആ വിഷയകമായ ഖുർആന്റെ അധ്യാപനം. ഇനി ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ പരിമിതി പരിഗണിച്ചിട്ടാണ് ഞാൻ അല്പം കൂടി ഇവിടെ അടുത്ത പ്രാസംഗിക വരാൻ അല്പം വൈകുമെന്ന് അറിയിച്ചുകൊണ്ടുകൂടിയാണ് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ മൗലികമായ ചില സമീപനങ്ങൾ. ആ സമീപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചതെല്ലാം തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ്.
ഇത് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അപകടം ഉണ്ടാകാൻ വേണ്ടിയോ മനുഷ്യർ കഷ്ടപ്പെടാൻ വേണ്ടിയോ മനുഷ്യർ മരിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല, മനുഷ്യർക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണ് ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ പടച്ചവന്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുർആൻ പറയുന്നു വസിഅത്ത് റഹ്മത്തി കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം, എന്റെ അനുഗ്രഹം അത് സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ റഹ്മാനായ പടച്ചതമ്പുരാന്റെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകുന്നില്ല. ഏത് സമയത്തും നമ്മിൽ പടച്ചവന്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മനുഷ്യന്മാർക്കും ചീത്ത മനുഷ്യന്മാർക്കും ഒക്കെ ഒരുപോലെ പടച്ചവന്റെ റഹ്മത്ത് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ സൃഷ്ടിക്കുന്നത് മുഴുവൻ അവന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിക്കുന്നത്. ഉത്തമമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചവൻ എല്ലാം സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രോഗാണുക്കളെ പടച്ചവൻ സൃഷ്ടിച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. രോഗങ്ങൾ എന്ന അവസ്ഥ പടച്ചവൻ വെച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. രോഗം എന്നൊരവസ്ഥ പടച്ചവൻ വെച്ചിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. രോഗാണുക്കളെ പടച്ചവൻ സൃഷ്ടിച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മളൊക്കെ രോഗികളായിക്കൊണ്ടേയിരിക്കണം എന്നല്ല, നമ്മൾ രോഗികളാവാതിരിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ രോഗാണുക്കളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്കിത് പറയുമ്പോൾ ഞാൻ പറയുന്നത് തനി അസംബന്ധാണെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ രോഗപ്രതിരോധ സംവിധാനം അതിന്റെ പരിപൂർണമായ ബലത്തിലെത്താൻ വേണ്ടിയാണ്. ഖുർആന്റെ ശൈലിയിൽ പറഞ്ഞാൽ ബലഗ അശുദ്ധഹു എന്ന ഖുർആൻ പറയാം, ലിയബ്ലുഗ അശുദ്ധഹു എന്നാ പറയാം. അശുദ്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റ അവസ്ഥയാണ്. ഒരു ബീജം മുതൽ ഭ്രൂണം മുതൽ വളർന്നിട്ട് മനുഷ്യൻ ഏറ്റവും കരുത്തുറ്റ അവസ്ഥയിൽ എത്തുന്നതിനാണ് ബുലൂഗുൽ അശുദ്ധ്, ഏറ്റവും കരുത്തുറ്റ അവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത്. ഏറ്റവും കരുത്തുറ്റ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ് രോഗാണുക്കളെ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചത്. ഇത് വൈദ്യശാസ്ത്രത്തിൽ സാധാരണ വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കൂടി നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കിയ സാധാരണ വീക്ഷണം അനുസരിച്ചൊക്കെ തെറ്റാണെന്ന് ഞാൻ ഈ പറയുന്നതെന്നുള്ള കാര്യം എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു ചെറിയ കുട്ടിക്ക് ചെറിയ ഒരു രോഗം, നമ്മൾ ചപ്പട്ട, അഞ്ചാം പനി, മീസിൽസ് എന്നൊക്കെ പറയുന്ന രോഗമുണ്ടല്ലോ, ആ രോഗം ഒരു ചെറിയ കുട്ടിക്കുണ്ടാകുന്നു. കൊച്ചുകുട്ടികളോട് അപാരമായ കാരുണ്യമുള്ള പടച്ചതമ്പുരാന്റെ വ്യവസ്ഥയുടെ ഭാഗമായ രോഗം. എന്തിനാണ് ആ രോഗം ഉണ്ടാകുന്നത്? ആ രോഗമുണ്ടാകുന്നത് ഈ ചപ്പട്ടയുടെ സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ ചെന്നിട്ട് അതിനെതിരിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ എന്ന് പറയുന്ന വസ്തുക്കൾ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളെ ചെറുത്തു തോൽപ്പിക്കാൻ പടച്ചവൻ വെച്ച വ്യവസ്ഥ ആന്റിബോഡികൾ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന എതിർ വസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്. ഏതൊരു ബാക്ടീരിയ ശരീരത്തിൽ കടന്നാലും, ഏതൊരു വൈറസ് ശരീരത്തിൽ കടന്നാലും, ഏതൊരു സൂക്ഷ്മാണു ശരീരത്തിൽ കടന്നാലും അതിനെ ചെറുത്ത് തോൽപ്പിച്ച് പുറന്തള്ളി നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ ശരീരത്തിന്റേതായ പോരാളികളെ പടച്ചവൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പോരാളികളുടെ കൂട്ടത്തില് പ്രതിരോധ കോശങ്ങളുണ്ട്. ലിംഫോസൈറ്റുകൾ എന്നാണ് ഇംഗ്ലീഷ് പറയാം. അങ്ങനെയുള്ള പ്രതിരോധ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എതിർ വസ്തുക്കളുണ്ട്. അതിനാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്, പ്രതിവസ്തുക്കൾ എന്ന് പറയാം. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചപ്പട്ടക്കെതിരിൽ ശരീരത്തിൽ പ്രതിവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ ഗുരുതരമായ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ പ്രതിവസ്തുവിന് കഴിയും. ഇപ്പോ ചിക്കൻ പോക്സ്, പൊട്ടിയോടുന്നത്, ചിക്കൻ പോക്സിന്റെ അണുക്കളെ ചെറുത്തു തോൽപ്പിക്കാൻ ശരീരത്തിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അതിനേക്കാളും വലിയ അപകടകാരികളെ ചെറുത്തു തോൽപ്പിക്കാൻ ആ ആന്റിബോഡിക്ക് കഴിയും. അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി ശരീരം ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അതിനേക്കാൾ വലിയ രോഗത്തെ നേരിടാൻ പര്യാപ്തമാകുന്നു. അങ്ങനെ പല രോഗങ്ങളും നമ്മളെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗാണുക്കളുടെ യഥാർത്ഥ ലക്ഷ്യം, പരമകാരുണികനായ കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ രോഗാണുക്കളെ സൃഷ്ടിച്ചതിന്റെ യഥാർത്ഥ ലക്ഷ്യം
നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ സ്റ്റെബിലൈസ് ചെയ്യുക, പ്രബലമാക്കി തീർക്കുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. പക്ഷെ അതിന് നമ്മുടെ നിലപാട് ശരിയാവേണ്ടതുണ്ട്. നമ്മൾ ഈ രോഗാണുക്കളെ ശത്രുക്കളായി കാണുകയും രോഗങ്ങളെപ്പറ്റി ഭയങ്കരമായ ഭയം വെച്ചു പുലർത്തുകയും അങ്ങനെയൊക്കെ കൂടിയുള്ള നിലപാട് സ്വീകരിച്ചാൽ ഇതൊന്നും നടക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞു, ഭയം എത്രത്തോളം ഉണ്ടാകുന്നു അത്രത്തോളം നമ്മുടെ പ്രതിരോധശേഷി ദുർബലമാകും. ടെൻഷൻ എത്രത്തോളം ഉണ്ട് അത്രത്തോളം പ്രതിരോധശേഷി ദുർബലമാകും. അതേ അവസരത്തിൽ എന്തിനാണ് രോഗാണുക്കൾ, എന്തിനാണ് രോഗം, അതിന്റെയൊക്കെ നേരെ ശരിയായ സമീപനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു. തുമ്മലെ കാര്യം നമ്മളിങ്ങനെ തുമ്മിക്കൊണ്ടേ നടക്കണം എന്നല്ല, രാവും പകലും തുമ്മിക്കൊണ്ടേ ജീവിക്കണം, അത് പടച്ചവന്റെ റഹ്മത്താണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ തുമ്മൽ റഹ്മത്താവുന്നു രണ്ട് വിധത്തിൽ. ഒന്ന്, നമ്മുടെ ശ്വാസകോശത്തിലെ തടസ്സം നീക്കുന്നു എന്ന രൂപത്തിൽ നമുക്ക് റഹ്മത്താവുന്നു. രണ്ടാമത്തെ റഹ്മത്ത് ഏതാ? ആ രണ്ടാമത്തെ റഹ്മത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. തുമ്മൽ എന്ന സന്ദേശവാഹകൻ നമ്മളോട് പറയുകയാണ്, ഇനി അത്രയും പൊടിയുള്ള സ്ഥലത്ത് പോയി നിൽക്കാൻ പാടില്ല, ഇനി അത്രയും കൂടുതൽ പുക ശ്വസിക്കാൻ പാടില്ല, ഇനി അങ്ങനെ കഫം ഉണ്ടാകാൻ കാരണമാകുന്ന മരുന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിത രീതിയെ സ്വീകരിക്കാൻ പാടില്ല. കഫം പല കാരണത്താലും ഉണ്ടാകാം. ആ കൊടും മഞ്ഞില് ഭയങ്കരമായ തണുപ്പിലേക്ക് ഇനി പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ആ കൊടും വെയിലിലേക്ക് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സന്ദേശം എന്തിനടങ്ങിയിട്ടുണ്ട്? ഈ തുമ്മലിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു മെസ്സേജ്, ഒരു സന്ദേശം. ആ സന്ദേശം ശരിയായിട്ട് വായിക്കണം. ശരിയായിട്ട് വായിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും പുക നിറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ പോകരുത്, അത്രയും കൂടുതൽ പൊടിയുള്ള സ്ഥലത്തേക്ക് പിന്നെ പോകരുത്, അല്ലെങ്കിൽ അത്രയും വലിയ കൊടും തണുപ്പിലേക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല, അത്രയും വലിയ കൊടും ചൂടിലേക്ക് ഇറങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ അത്ര മോശമായ ഭക്ഷണം കഴിക്കരുത് എന്നിങ്ങനെ തുമ്മൽ എന്നതിന് ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം അല്ലാഹുവിന്റെ റഹ്മത്താണ്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതിൽ നിന്ന് നാം പാഠം പഠിക്കണം. എന്നിട്ട് തുമ്മലിന് കാരണമാകുന്ന പ്രശ്നം എന്താണോ അത് പരിഹരിക്കണം. അത് തന്നെയാണ് ഒരു തലവേദനയുടെ പ്രശ്നമാണെങ്കിലും. ഒരു തലവേദന എന്നുള്ളത് ഒരു റിമൈൻഡറാണ്, ഒരു സൂചനയാണ്, ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. എന്തിന്റെ പേരിലാവാം? ഒന്നുകിൽ ഭാര്യയുമായി വഴക്കുണ്ടാക്കിയതിന്റെ പേരിലാകാം തലവേദന, അല്ലെങ്കിൽ വെയിൽ കൊണ്ടതിന്റെ പേരിലാകാം, അല്ലെങ്കിൽ മഴ കൊണ്ടതിന്റെ പേരിലാകാം, അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ്. നമ്മൾ വിലയിരുത്തണം. ഇപ്പോൾ അസാധാരണമായിട്ട് ഇങ്ങനെ തലവേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് വിലയിരുത്തുകയും ആ കാരണം എന്താണ്, റിസ്ക് ഫാക്ടർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, നമ്മുടെ ശരീരവ്യവസ്ഥയെ താളപ്പിഴയിലേക്ക് നയിക്കുന്ന കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യം, കുഴപ്പത്തിനിടയാവുന്ന കാരണം, അതിനാണ് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞത്. അതെന്താണ് എന്ന് വിലയിരുത്തിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതാണ് ഈ പ്രതിരോധ സംവിധാനത്തെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പടച്ചവൻ വെച്ചിട്ടുള്ള വ്യവസ്ഥയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ചില രൂപങ്ങളാണ്. അപ്പോൾ പടച്ചവൻ രോഗങ്ങൾ വെക്കുന്നതിലും രോഗാണുക്കൾ വെക്കുന്നതിലുമൊക്കെ അപാരമായ കാരുണ്യം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ആ രോഗം വേദന സഹിക്കുന്നത് വലിയ റഹ്മത്താണ്, അല്ലെങ്കിൽ തുമ്മിക്കൊണ്ടിരിക്കുന്നത് റഹ്മത്താണ്, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് റഹ്മത്താണ് എന്ന അർത്ഥത്തിലല്ല. അതിലൊക്കെ അടങ്ങിയ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കിന്ന് തീരെ സഹിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ്? വേദനയാണ്. എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും സഹിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അവസ്ഥ വേദനയാണ്. വേദനയില്ലായ്മ എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്, അല്ലേ? ഈ വേദന ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ വേറെ എന്തായിരുന്നാലും വേണ്ടിയില്ല. ഇന്നിപ്പോൾ അവസാനത്തെ വേദന ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പെയിൻ ക്ലിനിക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ അവസാനത്തെ ടെർമിനൽ സ്റ്റേജിലെ വേദന അവസാനിപ്പിക്കാൻ വേണ്ടി എന്തോ ആവട്ടെ. ഈ വേദന എന്ന് പറയുന്നതിന്റെ സാക്ഷാൽ ലക്ഷ്യം എന്താണ്? പടച്ചവന്റെ അപാരമായ കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ റഹ്മത്തിന്റെ ഭാഗമാണ് വേദന. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമമുണ്ടാവും. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തീരെ വേദനയില്ലാത്തൊരു കൂട്ടരുണ്ട്. തീരെ വേദനയില്ലാത്ത കൂട്ടർ ആരാണ്? ഒന്ന് കുഷ്ഠരോഗികളാണ്. തീരെ വേദന അനുഭവപ്പെടാത്ത, അവരുടെ കയ്യിന്റെ വിരലൊക്കെ എലി അടിച്ചുകൊണ്ടായാലും കൂടി അവരറിയില്ല. അങ്ങനത്തെ വേദനയില്ലാത്ത അവസ്ഥയാണ് കുഷ്ഠരോഗികൾക്കുള്ളത്. അത് ഭാഗ്യമാണോ? അല്ല. പിന്നെ ഇപ്പോൾ വേറെ ചില രോഗങ്ങളുടെ വകയായിട്ടും ചില കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ വേദനയില്ലാത്ത പ്രശ്നമുണ്ട്. അങ്ങനത്തെ കുട്ടികൾ വിളക്കത്ത് പോയിട്ട് പൊള്ളിയാൽ അറിയില്ല, കാലുമ്പോൾ മുള്ളു കുത്തിയാൽ അറിയില്ല, സൂചി തൊട്ടാൽ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള വേദന എന്ന വികാരമില്ലാതെ ചില കുട്ടികൾ ജനിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കാണ് മഹാകഷ്ടകാലം.
എല്ലാ അപകടങ്ങളും ആ കുട്ടികൾക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് വേദന നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഏർപ്പാടാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുള്ളു തറച്ചാൽ ഉടനെ തലച്ചോറിൽ അതിന്റെ സന്ദേശം എത്തണം. ഉടനെ നമ്മളതിനെതിരിൽ ജാഗ്രത പുലർത്തണം. ആ മുള്ളു പറിച്ചെറിയണം, അവിടെ മരുന്ന് വെക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴുകണം എന്നുണ്ടെങ്കിൽ ചെയ്യണം. എന്തായിരുന്നാലും വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അപകടത്തിലാകാൻ പോകുന്നുണ്ട്, ഉടനെ വേണ്ടത് ചെയ്യണം എന്ന ഒരു ജാഗ്രതാ സന്ദേശമാണ് വേദന എന്ന് പറയുന്നത്. ആ സന്ദേശത്തെ വെറുക്കുകയല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ വീട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വിവരം പറഞ്ഞാൽ അയാളെ ചീത്ത പറഞ്ഞ് ശകാരിച്ച് ആട്ടിയോടിക്കല്ലോ വേണ്ടത്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അപകടം പറ്റാൻ പോകുന്നുണ്ട് എന്ന താക്കീത് നൽകിയാണ് വേദന ചെയ്യുന്നത്. ആ വേദനയെ വിശ്വസ്തനായ സന്ദേശവാഹനായിട്ട് മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ വേദനിച്ചുകൊണ്ടേയിരിക്കണം എന്നല്ല. പിന്നെ എന്തു വേണം? ആ വേദനയുടെ ഉറവിടവും സന്ദേശവും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗങ്ങൾ നാം ആരായണം. ഇനിയും എന്റെ ഈ സംസാരം ഞാൻ വളരെയേറെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രോഗങ്ങളെ സംബന്ധിച്ച്, രോഗാണുക്കളെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് ഒക്കെ ഒരു ശരിയായ കാഴ്ചപ്പാട്, പോസിറ്റീവായ ഒരു കാഴ്ചപ്പാട് നമ്മൾ വളർത്തിയെടുക്കണം. ആ തരത്തിലുള്ള കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന കാര്യം. എല്ലാ രോഗങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞു. മനസ്സിന്റെ തകരാറ്, പിന്നെ നമ്മളെ ഭക്ഷണത്തിന്റെ തകരാറ്, കുടിനീരിന്റെ തകരാറ്. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ, ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ നിർഭാഗ്യം എന്താണെന്നറിയോ? ഇന്ന് ഭൂമിയിലെ നാഗരിക വികാസം പ്രാപിച്ച നാടുകളിൽ എന്ന് പറഞ്ഞാൽ ബസ്സും കാറും ഓടുന്ന സ്ഥലങ്ങളിൽ എവിടെയും ശുദ്ധവായു ശ്വസിക്കാൻ കിട്ടാനില്ല. ഒന്നുകിൽ പൊടി നിറഞ്ഞ വായു, അല്ലെങ്കിൽ പുക നിറഞ്ഞ വായു, അല്ലെങ്കിൽ വിഷവാതകങ്ങൾ നിറഞ്ഞ വായു. ശുദ്ധമായ വായു ഭൂമിയിൽ മിക്കവാറും എവിടെയും ശ്വസിക്കാൻ കിട്ടാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ശുദ്ധമായ വെള്ളവും അതും ദുനിയാവിൽ മിക്കവാറും കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസവളങ്ങൾ മുഴുവൻ ഈ മണ്ണിൽ ലയിച്ചു ചേർന്നിട്ട് നമ്മുടെ വെള്ളത്തിലെ കുടിനീരിലാണ് എത്തുന്നത്. ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കീടനാശിനികളൊക്കെ മണ്ണിൽ ലയിച്ചു ചേർന്നിട്ട് കുടിനീരിലാണ് എത്തിച്ചേർന്നത്. ഇവിടെയുള്ള മണ്ണെണ്ണയും പെട്രോളിയവും ഒരുപാട് വാതകങ്ങളും ഒരുപാട് എണ്ണകളും ദ്രാവകങ്ങളും രാസവസ്തുക്കളും ഈയം പോലെയുള്ള മെർക്കുറി പോലെയുള്ള ലോഹങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ലയിച്ചു ചേർന്നിട്ട് കുടിനീരിലാണ് എത്തുന്നത്. അങ്ങനെ ഭൂമിയിൽ എവിടെയുമുള്ള കുടിനീര് കൂടുതൽ കൂടുതൽ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ എവിടെയുമുള്ള ഭക്ഷണം പല തരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നാടുകളിലെയും മനുഷ്യന്മാർ ഭക്ഷിക്കുന്ന ഭക്ഷണം പല തരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ്? ഇവിടെ നമുക്ക് ശുദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ മാംസമൊക്കെയാണല്ലോ ശുദ്ധമായ ഭക്ഷണം. എന്നാൽ എന്താണ് അവസ്ഥ? ഇവിടെ കിട്ടുന്ന പല പച്ചക്കറികളും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അംശവുമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇനി അതിന്റെ ഒക്കെ പുറമെ വേറെയും പല കൃത്രിമങ്ങളുമുണ്ട്. പെട്ടെന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടി ചില കൃത്രിമ ഏർപ്പാടുകൾ. ഇപ്പൊ ചില ഓറഞ്ചൊക്കെ അതിങ്ങനെ പ്രദർശനത്തിന് വെച്ചാൽ നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്, അതിന്റെ തൊലിയൊക്കെ നല്ല സുന്ദരമായി തോന്നാൻ വേണ്ടിയിട്ട് രാസവസ്തുക്കൾ, ആപ്പിളിന്, തക്കാളിക്ക്, ഓറഞ്ചിനൊക്കെ അതിന്റെ സാധാരണ പടച്ചവൻ കൊടുത്ത സിബത്തല്ലാഹിമൻ അസ്സനുള്ളാഹി സിബത്തെന്ന് പടച്ചവൻ കൊടുത്ത വർണ്ണമായ ഏറ്റവും ഉത്കൃഷ്ടമായ വർണ്ണം, അതിനേക്കാൾ മെച്ചപ്പെട്ട വർണ്ണം കൊടുക്കാൻ വേറെ ആരുമില്ലാണ്. പടച്ചവനാണ് ഈ പ്രപഞ്ചത്തിൽ സകല വസ്തുക്കൾക്ക് ഏറ്റവും നല്ല വർണ്ണം നൽകിയത്. പടച്ചവൻ നൽകിയ വർണ്ണത്തെക്കാൾ നല്ല വർണ്ണം നൽകാൻ വേറെ ആരുമില്ല എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പടച്ചവൻ കൊടുത്ത മൊഞ്ച് പോരാ, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൃത്രിമമായിട്ടുള്ള ഭംഗി വേണം എന്ന നിലയ്ക്ക് പഴങ്ങൾക്ക് കൂടുതൽ നിറം നൽകാൻ വേണ്ടിയിട്ട് രാസവസ്തുക്കൾ പ്രയോഗിക്കുന്നു. അതിന് കൂടുതൽ തുടുപ്പ് തോന്നാൻ വേണ്ടി രാസവസ്തുക്കൾ പ്രയോഗിക്കുന്നു. ചിലർ കേടുവരാതിരിക്കാൻ വേണ്ടി രാസവസ്തുക്കൾ പ്രയോഗിക്കുന്നു. അങ്ങനെയുള്ളതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റെഡിമെയ്ഡ് ഭക്ഷണങ്ങളുണ്ടല്ലോ, ബേക്കറി ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഭക്ഷണങ്ങളൊക്കെ, അതിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് 3 തരം വിഷം അതിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 3 തരം മാരകമായ വിഷങ്ങൾ, ചില്ലറ വിഷമൊന്നുമല്ല. നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ കരളിൽ നിന്ന് പുറത്തു പോവാതെ അടിഞ്ഞുകൂടുന്ന വിഷം,
നമ്മുടെ കിഡ്നിയിൽ നിന്ന് പുറത്തു പോകാതെ കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്ന വിഷം, നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറത്തു പോകാതെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന വിഷം ഉണ്ട് ഈ ബേക്കറി ഭക്ഷണങ്ങളിലും ഫാസ്റ്റ് ഫുഡിലുമൊക്കെ. എന്തൊക്കെയാണ്? ഒന്ന്, കൃത്രിമ വർണ്ണങ്ങൾ തന്നെ. സകലമായ കൃത്രിമ വർണ്ണം നൽകുന്ന സാധനങ്ങളും ആർട്ടിഫിഷ്യൽ കളേഴ്സ്, അതെല്ലാം വിഷമാണ്. രണ്ടാമത്തേത് കൃത്രിമമായ രുചി നൽകുന്ന സാധനങ്ങൾ. പഞ്ചസാരക്കപ്പുറത്ത് പഞ്ചസാരയുടെ 100 മടങ്ങോ 500 മടങ്ങോ മധുരം നൽകുന്ന കൃത്രിമ സാധനങ്ങളുണ്ട്, ഉഗ്രവിഷമുള്ളതാണ്. പലതരം എസൻസുകളുണ്ട്, ഉഗ്രമായ വിഷമുള്ളതാണ്. പിന്നെ അതിന്റെ പുറമെ ഇങ്ങനത്തെ കൃത്രിമ ഭക്ഷണങ്ങൾ, റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയാം. അതും വിഷാംശമുള്ളതാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള വിഷങ്ങൾ ചുരുങ്ങിയത് റെഡിമെയ്ഡ് ഭക്ഷണങ്ങളിലുണ്ട്. അതുതന്നെയാണ് പെപ്സി, കോല അടക്കമുള്ള കുപ്പിവെള്ളങ്ങളുടെയും കാര്യം. നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ആധാരം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ധാരാളം ശുദ്ധജലം കുടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ മൂത്രത്തിലൂടെ അരിച്ചു പോകണം, നമ്മുടെ വിയർപ്പിലൂടെ അരിച്ചു പോകണം. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. ഇംഗ്ലീഷിൽ ഡീടോക്സിക്കേഷൻ എന്നാ പറയാം. ശരീരത്തിൽ പലതരം മാലിന്യം ഉണ്ടാവും. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ വരുന്ന മാലിന്യം ഉണ്ടാകാം, ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന മാലിന്യം ഉണ്ടാകാം, ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിൽ കൂടിയ ശരീരത്തിൽ ചില മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും. ആ മാലിന്യങ്ങളൊക്കെ ശുദ്ധമായ വെള്ളം കുടിച്ചിട്ട്, ധാരാളം ശുദ്ധമായ വെള്ളം കുടിച്ചിട്ട്, ശുദ്ധീകരണക്ഷമതയുള്ള വെള്ളം അത് കുടിച്ചാലേ ഒരു കുപ്പി പെപ്സിയിലെ വിഷം പുറന്തള്ളപ്പെടുകയുള്ളൂ. നിങ്ങൾ കുടിക്കാറുണ്ടോ? കുടിക്കാൻ പറ്റും. അത് ആദ്യമേ തീരുമാനിക്കുക. മനുഷ്യന്മാർ വിഷം ചേർത്ത ഒരു വെള്ളവും കുടിക്കാതിരിക്കുക, മനുഷ്യന്മാർ വിഷം ചേർത്ത ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുക. എന്നാ പിന്നെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്രശ്നം എങ്ങനെയാണ് ഇതൊന്നുമില്ലാതെ ജീവിക്കാം? അങ്ങനത്തെ ഒരു വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതാണ് ഞാൻ വിചാരിക്കുന്നത്. പെപ്സി കുടിക്കാതെ ജീവിച്ചാൽ, കോല കുടിക്കാതെ ജീവിച്ചാൽ, റെഡിമെയ്ഡ് ഭക്ഷണം കഴിക്കാതെ ജീവിച്ചാൽ കാര്യമായ അപകടമൊന്നും വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങളുടെ മനസ്സിൽ ഭയമില്ലെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഒന്നുകിൽ സാധാരണ നിലക്കുള്ള അധ്വാനങ്ങൾ ചെയ്യണം. പണ്ട് നമ്മുടെ ഉമ്മമാരും ഉമ്മാമ്മമാരും ഒക്കെ ഈ സിസേറിയൻ ഓപ്പറേഷൻ നടത്താതെ സുഖമായി പ്രസവിച്ച് കുട്ടികളെ വളർത്തിയിരുന്നത് നെല്ല് കുത്തിയിട്ടും അവിലിടിച്ചിട്ടും ഒക്കെയായിരുന്നു. ഇടിക്കുക, കുത്തുക, ചീറുക എന്നൊക്കെ പറയുന്ന ജോലികളുണ്ടല്ലോ. അങ്ങനത്തെ ജോലികൾ സാധാരണ സ്ത്രീകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ശരീരത്തിന്റെ സാധാരണ നിലക്കുള്ള വ്യായാമത്തിന് ആവശ്യമായ ജോലികളുണ്ടായിരുന്നു. ഇന്ന് ആർക്കും അതിനൊന്നും നേരമില്ല. പോട്ടെ, സാരമില്ല. എന്നാൽ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും ലഘുവായ വ്യായാമങ്ങൾ, സ്കൂളിലൊക്കെ നടത്തുന്ന ഡ്രില്ലുണ്ടല്ലോ, സ്കൂൾ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഡ്രില്ലുകൾ, വളരെ ലഘുവായ വ്യായാമങ്ങൾ. അത്തരം വ്യായാമങ്ങൾ നിങ്ങൾ ദിവസേന 2-3 നേരം ചെയ്യുക. എന്നാൽ അത് മുഖേന നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിക്കും. മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള നിങ്ങളുടെ കിഡ്നിയുടെയും ലിവറിന്റെയും ശക്തി വർദ്ധിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇനി ഒരു കാര്യവും കൂടി നിങ്ങൾ ചെയ്യാൻ കഴിയും. എന്താണ്? ധാരാളമായി പ്രാണവായു ശ്വസിക്കുക. പടച്ചവൻ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ ആന്ത്രാവയവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സംവിധാനമാണ് പ്രാണവായു. ധാരാളമായിട്ട് ഓക്സിജൻ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി ഇരുന്നിട്ട് ഒട്ടും ടെൻഷനില്ലാതെ ദീർഘമായി ശ്വസിക്കുക. ദീർഘമായിട്ട് അരശ്വാസവും മുക്കാശ്വാസവും പോലെ പൂർണ്ണശ്വാസം വേണം. നമ്മളൊക്കെ പലപ്പോഴും അരശ്വാസകോശമേ വായു എടുക്കാറുള്ളൂ. ചിലർ മുക്കാൽ ലങ്സിലെ വായു എടുക്കാറുള്ളൂ. പോരാ, ലങ്സിൽ പൂർണ്ണമായി വായു എടുക്കുക. നമ്മുടെ ശ്വാസകോശം നിറയെ വായു എടുക്കുക. നല്ല ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത്, നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്തിരുന്നിട്ട് സ്വസ്ഥമായിട്ട് ദീർഘമായി ശ്വസിക്കുക. അങ്ങനെ ദീർഘമായി ശ്വസിക്കുക, വ്യായാമം ചെയ്യുക, പരമാവധി ശുദ്ധമായ വെള്ളം കഴിക്കുക. എന്നാൽ ഒരുപാട് ഫിത്നകളിൽ നിന്ന് രക്ഷ കിട്ടും. കുറച്ചൊക്കെ പൊടി ശ്വസിച്ചാലും, കുറച്ചൊക്കെ പുക ശ്വസിച്ചാലും, കുറച്ചൊക്കെ ബേക്കറി സാധനം തിന്നാലും, വല്ലപ്പോഴൊക്കെ പെപ്സി കുടിച്ചാലും, അങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ധാരാളമായി
ഓക്സിജൻ സ്വീകരിക്കാനും ധാരാളമായി ശുദ്ധജലം കുടിക്കാനും പിന്നെ വേണ്ടത്ര വ്യായാമം സ്വീകരിക്കാനും പരമാവധി നല്ല വെള്ളവും നല്ല ഭക്ഷണവും കഴിക്കാനും മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭയവും ആവശ്യമില്ലാത്ത വെറുപ്പും ആവശ്യമില്ലാത്ത നിരാശയും ആവശ്യമില്ലാത്ത അസൂയയും ആവശ്യമില്ലാത്ത ടെൻഷനും മനസ്സിൽ നിന്ന് ഒഴിവാക്കാനും ശ്രമിക്കുക. അങ്ങനെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒന്നിച്ചാരോഗ്യമുള്ള ഒരവസ്ഥ, സാമൂഹ്യ ബന്ധങ്ങൾക്കും ആരോഗ്യമുള്ള ഒരവസ്ഥ, ആ അവസ്ഥ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല വെള്ളം കുടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് സ്കൂളിൽ പഠിപ്പിച്ചതിന് പോഷകാഹാരം ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികളുടെ സൂക്കറൊക്കെയാണ്. കുറെയൊക്കെ ഉണ്ട്. ആഫ്രിക്കയിലും മറ്റൊക്കെ പോഷകാഹാരം കിട്ടാതെ ഇപ്പോഴും കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് ഉള്ള രോഗത്തിന്റെ 90% ആവശ്യത്തിലേറെ തിന്നിട്ടാണ്. അല്ലേ? ഇന്നത്തെ പ്രഷറും ഇന്നത്തെ പ്രമേഹവും ഇന്നത്തെ കൊളസ്ട്രോളും ഇന്നത്തെ ഗ്യാസ് ട്രബിളും അടക്കമുള്ള രോഗങ്ങളുടെ ഗണ്യമായ ഭാഗം പട്ടിണി കൊണ്ടുണ്ടാകുന്നതല്ല, ആവശ്യത്തിലേറെ തിന്നിട്ടുണ്ടാകുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ നിറച്ച പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണ്. വേറെ ഏത് പാത്രം നിറച്ചാലും കുഴപ്പമില്ല, വയറുന്ന പാത്രം നിറക്കാൻ പാടില്ല. ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ജൗഫിഹി, മാനപുത്രൻ വയറിനേക്കാൾ അപകടകരമായ വേറെ പാത്രം നിറച്ചിട്ടില്ലാണ്. ഏത് പാത്രം നിറച്ചാലും വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നില്ല, വയറ് എന്ന പാത്രം നിറച്ച മഹാ അപകടമാണെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഭക്ഷണത്തിന് വയറിന്റെ 1/3, വെള്ളത്തിന് വേറൊരു 1/3, ബാക്കിയൊരു 1/3 സ്വസ്ഥമായി ശ്വസിക്കാനും സ്വസ്ഥമായി ഒന്ന് നടക്കാനും ഒക്കെ പറ്റുന്ന പാകത്തിൽ അവിടെ ഒഴിഞ്ഞു കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് അങ്ങനെ മിതമായ ഭക്ഷണം, നല്ല ഭക്ഷണം, ഇതൊക്കെ കൂടി ഉണ്ടായാൽ നേരത്തെ പറഞ്ഞ ആത്മീയവും മാനസികവും സാമൂഹികവും ശാരീരികവും എല്ലാമായ സൗഖ്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. അതിനു വേണ്ട സമ്പൂർണ്ണ നിർദ്ദേശം എന്തിലുണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് മുനസ്സിൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, ഖുർആനിൽ കൂടി നിങ്ങൾക്ക് ഇറക്കിത്തരുന്ന സന്ദേശം അത് ശിഫയാണ്, സമ്പൂർണമായ ശമനൌഷധമാണ് എന്ന് ഖുർആൻ പറയുന്നത്. ഇതാണ് ആരോഗ്യത്തിന്റെ നേരെ